എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പി ആയിട്ടുള്ളൊരു ബീഫ് കുറുമയുടെ റെസിപ്പി ആയിട്ടാണ്. ബീഫ് കുറുമ എന്ന് പറയുമ്പോൾ അത് അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വരെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബീഫ് കുറുമയാണ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ, അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മളിവിടെ ഇന്ത്യൻ കടയിൽ നിന്നാണ് ഇന്ന് ബീഫ് കുറുമ ഉണ്ടാക്കാനുള്ള ബീഫ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഒരു 750 ഗ്രാം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് നെയ്യുള്ള ബീഫാണ് നമ്മൾ ഇതിന് ഏറ്റവും നല്ലത്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യാനുസരണമുള്ള ഉപ്പും കൂടെ ചേർക്കാം. നിങ്ങൾ 1 കിലോ ബീഫൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർക്കാം. അതാണ് ഞാൻ ഉപ്പിൻ്റെ അളവ് ഇവിടെ പറയാത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളകും കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം കുരുമുളകാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇതിലേക്ക് ഇപ്പോൾ ചേർക്കുന്നുണ്ട്. ബീഫിലേക്ക് ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു പിടി ചെറിയ ഉള്ളി കട്ട് ചെയ്യുമൊന്നും വേണ്ട, മുഴുവനെ തന്നെ ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് സവാള എടുക്കാവുന്നതാണ്. സവാള എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മീഡിയം സൈസിലുള്ള ഒരു സവാള നീളത്തിൽ അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് ഒരു തവി വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് വേവിക്കുമ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെയാണ് വേവിക്കുന്നത്. ബീഫിൽ ഒരുപാട് വെള്ളമുണ്ട്, അപ്പോൾ ആ വെള്ളം ഇറങ്ങിയിട്ട് അതിൽ വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ 4 മുതൽ 5 വിസിൽ വരെ എടുത്തിട്ടാണ് ഇത് വേവിക്കുന്നത്. ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് ഇത് വ്യത്യാസപ്പെട്ടിരിക്കാം. ബീഫ് വെന്ത് ആവിയൊക്കെ പോകാനായിട്ട് നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് ബീഫ് കുറുമയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇതിലേക്ക് നമ്മളൊരു 2 വലിയ സവാള നീളത്തിൽ കനം കുറച്ചരിഞ്ഞതും അതുപോലെ തന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ബീഫ് കുറുമയിൽ നമ്മൾ മുളക് പൊടി ചേർക്കില്ല, അതുകൊണ്ട് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് നിങ്ങൾ ചേർക്കുക. അപ്പോൾ ഓരോ പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ചിട്ട് അതിൻ്റെ എണ്ണം വ്യത്യാസപ്പെടും. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് അളവ് പറയാത്തത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാടങ്ങ് ബ്രൗൺ ഒന്നും ആകണ്ട, ജസ്റ്റ് ഒന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്കിനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. 3 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു കുടം മീഡിയം സൈസിലുള്ള വെളുത്തുള്ളി കൂടെ നന്നായിട്ട് പേസ്റ്റാക്കിയതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറണം, എങ്കിൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. പച്ച മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മല്ലിപ്പൊടിയുടെ പച്ചമണം നന്നായിട്ട് ഒന്ന് മാറി വരണം. അപ്പോൾ നമ്മൾ 750 ഗ്രാം ബീഫിനുള്ളതാണ് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി നമ്മളിതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. നമ്മളിവിടെ വൈറ്റ് പെപ്പർ പൗഡറാണ് എടുക്കുന്നത്. വൈറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ കുരുമുളക് പൊടി ചേർത്താലും മതി. നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇനി നമ്മളിതിലേക്ക് കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി കൂടി ചേർക്കുന്നുണ്ട്. പച്ചയ്ക്ക് പെരിഞ്ചീരകം മിക്സിയിൽ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ നമ്മുടെ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയൊരു തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം. തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കുക. അതിനുശേഷം അടച്ചു വെച്ച് ഇത് വേവിക്കാം. മീഡിയം ഫ്ലെയിമിലാണ് തീ വേണ്ടത്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ആ വെള്ളത്തോടു കൂടി തന്നെ ചേർക്കാം. ബീഫിൻ്റെ വേവ് ഓരോ ബീഫിനും വ്യത്യാസപ്പെട്ടിരിക്കും, അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് മാത്രം ഇതിലേക്ക് ചേർക്കാം. ഇനി നമ്മളിതിലേക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ ബീഫിൽ വേവിച്ചപ്പോൾ കുറച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർക്കാം. ഇതിപ്പോൾ നല്ല കുറുകിയിട്ടാണ് ഈ ബീഫ് ഗ്രേവി ഉള്ളത്. അപ്പോൾ കുറച്ചുകൂടെ ഒരു ലൂസാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിക്കാം. ഇവിടെ ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി നന്നായിട്ട് ബീഫ് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കുക.
അപ്പോൾ നമ്മുടെ ബീഫ് കറി നന്നായിട്ട് കുറുകി അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. തേങ്ങാപ്പാൽ ചേർക്കുന്നതിന് പകരം നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് അരച്ചിട്ടും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മളിവിടെ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കിത് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് ബീഫ് കുറുമ. അപ്പോൾ ഇനി ബീഫ് കുറുമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ അതിലേക്ക് അവസാനം കുറച്ച് ചെറിയ ഉള്ളി താളിച്ചിടും. വെളിച്ചെണ്ണയിലോ അല്ലെന്നുണ്ടെങ്കിൽ നെയ്യിലോ താളിച്ചിടും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ബീഫ് കുറുമയ്ക്ക്. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ബീഫ് കുറുമ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് താളിച്ചിടാം. ഒരു ചീനിച്ചട്ടി ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നെയ്യും എടുക്കാവുന്നതാണ്. ബീഫ് അത്യാവശ്യം നെയ്യുള്ള ബീഫായത് കാരണം ഞാൻ നെയ്യിലല്ല ചെയ്യുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള അത്രയും ചെറിയ ഉള്ളി ചേർക്കാം. കടുക് വേണമെങ്കിൽ കടുക് പൊട്ടിച്ചിടാം. ഞാനിവിടെ കടുക് എടുക്കുന്നില്ല. ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. സവാളക്കാട്ടിലും എപ്പോഴും ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ചെറിയ ഉള്ളി നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർക്കാം. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വറ്റൽ മുളക് വേണമെന്നുണ്ടെങ്കിൽ വറ്റൽ മുളകും ചേർക്കാവുന്നതാണ്. നമ്മൾ ബീഫ് കുറുമ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ താളിപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ നമ്മൾ ക്രിസ്മസ് റെസിപ്പീസ് നാളെ മുതൽ തുടർച്ചയായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട നെയ്ച്ചോറ് ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ കൂടെയൊക്കെ ഈ കറി നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്